എൻ്റെ കുറച്ച് നാളായിട്ടുള്ള ഫേവറേറ്റ് ദിവസം സൺഡേ ആണ്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരിക്കും. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും, എന്തെങ്കിലും പണികളിലായിരിക്കും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം തീരാൻ അറിയില്ല. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഞായറാഴ്ച ദിവസം തീരാനാകുമ്പോഴത്തേക്കും ഒരു വിഷമം ഉണ്ടാവില്ലേ, ബിക്കോസ് നാളെ മുതൽ ക്ലാസ്സിൽ പോകണമല്ലോ എന്ന്. അതുപോലെയാണ് എന്നെ സംബന്ധിച്ച്. ബിക്കോസ് നെക്സ്റ്റ് ഡേ മുതൽ രാവിലെ പോയി കഴിഞ്ഞാൽ രസിന് വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടായിരിക്കും. സോ അപ്പോൾ സൺഡേ ഒന്ന് സ്പെഷ്യൽ തന്നെയാണ്. സോ ഇത്തവണത്തെ സൺഡേ കുറച്ചും കൂടി സ്പെഷ്യലാണ്. ബിക്കോസ് ഞങ്ങളുടെ അനിയൻ നെക്സ്റ്റ് ഡേ വരുന്നുണ്ട്. അവൻ കാനഡയിൽ പഠിക്കാനായിട്ട് പോയതായിരുന്നു. സോ 2.5 ഇയറിന് ശേഷം വരെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ആയിരുന്നു ആ ഒരു സൺഡേ. ആൻഡ് നെക്സ്റ്റ് ഡേ വെളുപ്പിനാണ് അവൻ വരുന്നത്. കാനഡ ടു പാരീസ്, ദെൻ ടു ബാംഗ്ലൂർ, അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരാണ്. സോ അപ്പോൾ അവൻ ബാംഗ്ലൂർ എത്തുന്ന ടൈം കൊള്ളിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി എത്തുമ്പോഴത്തേക്കും അവൻ എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 വണ്ടി ആൾക്കാരായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹാവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നല്ല ആടിപ്പാടി ഞങ്ങളുടെ ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവാൻ പോകണമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവനെത്തുന്നതിന് കുറച്ച് മിനിറ്റ്സ് മുന്നേ എത്തുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ നെടുമ്പാശ്ശേരി എത്തി. ടൈമിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ മുന്നേ ഹാവൻ എത്തിയിട്ടുണ്ടായിരുന്നു. 1 അവർ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് ഏകദേശം ½ ആൻ അവർ കൊണ്ടിട്ട് ഇവിടെ നെടുമ്പാശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ ഇവിടെ എയർപോർട്ടിലെത്തി. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാറിൽ നിന്ന് പ്ലക്കാർഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു. വീഡിയോസൊക്കെ എടുക്കണ നേരം കൊണ്ട് ഹാവിനോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യനെ 2 കാറും വരുന്നത് നോക്കി, ഫാമിലി ബാക്കിയുള്ളവർ വരുന്നത് നോക്കി ഇരിക്കുന്ന സമയത്ത് ഇതാ ഹാവിൻ ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ടൊരു തുണിൻ്റെ പുറകിൽ നിന്ന് ചാടി വരായിരുന്നു ഇട്ടായിരുന്നത്. നീ എന്താ മെസ്സേജ് ഉണ്ടായിക്കാഞ്ഞ?